സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ഫസ്റ്റ് പാർട്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, അവിടെ നമ്മൾ പറഞ്ഞു വെച്ചത് എന്തായിരുന്നു സിംഗിൾ എൻട്രി സിസ്റ്റം ആൻഡ് എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റം ആൻഡ് റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട് ആൻഡ് നിങ്ങൾക്കൊരു ബേസിക് കൺസെപ്റ്റ് അബൌട്ട് അക്കൗണ്ടിങ് നൽകിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ആൻഡ് വാട്ട് ആർ ദ ഫ്യൂച്ചേഴ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം ആൻഡ് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ എൻട്രി സിസ്റ്റം ആൻഡ് ഡബിൾ എൻട്രി സിസ്റ്റം ആൻഡ് ആൾസോ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത്, ഫസ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റമാണ് കേട്ടോ. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റെക്കോർഡ് ബിസിനസ് ട്രാൻസാക്ഷൻസ് അല്ലേ. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? നമുക്ക് ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് മക്കളെ നമ്മൾ അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഓർഗനൈസേഷൻ്റെ ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണോ അത് റെക്കോർഡ് ചെയ്തിട്ട് അവിടെ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അസർട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അക്കൗണ്ടിങ്ങിലുള്ള ഒരു മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്, സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഈ സിംഗിൾ എൻട്രി സിസ്റ്റം യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റം യൂസ് ചെയ്യുന്നത്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്, എന്താണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്, ടു റെക്കോർഡ് ബിസിനസ് ട്രാൻസാക്ഷൻസ് അല്ലേ, ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ദെൻ ടു ഓപ്പൺ അക്കൗണ്ട്സ് ആൻഡ് ഒബ്റ്റെയിൻ ദ ബാലൻസസ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ എന്തിൽ യൂസ് ചെയ്യുന്നുണ്ട്, അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ്? റിയൽ അക്കൗണ്ട് ഉണ്ട്, നോമിനൽ അക്കൗണ്ട് ഉണ്ട്, ആൻഡ് എന്തൊക്കെ അക്കൗണ്ടാണ്, പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ആൻഡ് ഓരോ അക്കൗണ്ടിലും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഫ് യു ഹാവ് എനി ഡൗട്ട് ആ ഒരു വീഡിയോ കണ്ടാൽ മതി കേട്ടോ. ദെൻ ടു പ്രിപ്പയർ ട്രയൽ ബാലൻസ്, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും ടു അസർട്ടൈൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ദ ബിസിനസ്. നമ്മൾ ഓൾറെഡി മെൻഷൻ ദാറ്റ് അല്ലേ. എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മുടെ ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് എന്താണോ അല്ലെങ്കിൽ ലോസ് ആണോ പ്രോഫിറ്റ് ആണോ എന്നുള്ളത് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ്, നമ്മുടെ ഓർഗനൈസേഷൻ ഇപ്പോൾ എന്ത് ലെവലിലാണ് നിൽക്കുന്നത്, നമുക്ക് ഗെയിൻ ആണോ നമുക്ക് ലോസ് ആണോ, എന്താണ് നമ്മുടെ അവസ്ഥ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എവിടെ സാധിക്കുന്നുണ്ട്, അക്കൗണ്ടിങ്ങിലൂടെ സാധിക്കുന്നുണ്ട്. ദെൻ ടു മിനിമൈസ് ദ ചാൻസസ് ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് അല്ലേ. ഫ്രോഡും എറേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും, കുറക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഫുള്ളായിട്ട് എലിമിനേറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല, പകരം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് സാധിക്കും, മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം, എന്തൊക്കെയാണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് എന്നാണ് നോക്കുന്നത്. ഡസ് നോട്ട് ഫ്ലോ എ സ്ട്രിക്റ്റ് ഡബിൾ എൻട്രി സിസ്റ്റം അല്ലെ. ഡബിൾ എൻട്രി സിസ്റ്റമാണ് നമ്മൾ സ്ഥാപനത്തിൽ ഫ്ലോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് 2 ആസ്പെക്റ്റ് ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ് 2 ആസ്പെക്റ്റ്? നമുക്കറിയാം, ക്രെഡിറ്റ് സൈഡ് ഉണ്ടാവാം, ഡെബിറ്റ് സൈഡ് ഉണ്ടാവാം അല്ലേ. അപ്പോൾ ഓരോ അക്കൗണ്ടിലും നമ്മൾ ഓരോ രീതിയിലാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു മക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്തില്ല, ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ആ ഒരു റൂള് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഫ്ലോ ചെയ്യുന്നുണ്ടോ, ഇല്ല അല്ലേ. അതുപോലെ തന്നെ ഇതെന്താണ്, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒന്നാണ്. ബിക്കോസ് എന്താ, ഇവിടെ നമ്മൾ എന്ത് മാത്രമേ ഒരു ആസ്പെക്റ്റ്, ഒരു സൈഡ് മാത്രമേ നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ അല്ലേ. സിംഗിൾ എൻട്രി സിസ്റ്റമാണിത്, ഇനാക്യുറേറ്റ് ആണ്, ഇത് കറക്റ്റാണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുമോ, സാധിക്കില്ല അല്ലേ, പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. പിന്നെന്താണെന്ന് പറയുന്നത്, അൺസയൻറ്റിഫിക് ആണ്, അൺറിലയബിൾ സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ആണ്, ആൻഡ് ഇറ്റ് അവോയ്ഡ്സ്, ഇതെന്ത് അവോയ്ഡ് ചെയ്യുന്നുണ്ട്, റിയൽ ആൻഡ് നോമിനൽ അക്കൗണ്ട്സിനെ ഇവിടെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ റിയൽ ആൻഡ് നോമിനൽ അക്കൗണ്ട്സിനെ ഇവിടെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. എന്ത് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ, പേഴ്സണൽ അക്കൗണ്ട്സും ക്യാഷ് അക്കൗണ്ടും മാത്രമേ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. ദെൻ ഇറ്റ്സ് ഫ്ലെക്സിബിൾ, ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ചസ് വരുത്തുന്ന സമയത്ത് സിംഗിൾ എൻട്രി സിസ്റ്റമാണ്, ചേഞ്ചസ് ഉണ്ടാകുന്ന സമയത്ത് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ആൻഡ് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഓൺലി ടു സ്മാൾ കൺസേൺസ് അല്ലേ. സ്മാൾ കൺസേൺസിന് മാത്രമാണ് ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ലാർജ് കൺസേൺസിനെ സംബന്ധിച്ചിടത്തോളം ഈ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് അവിടെ ഒരു പേഴ്സണൽ അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും മാത്രമല്ല നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, അവിടെ നമുക്ക് നോമിനൽ അക്കൗണ്ടും അതുപോലെ തന്നെ എന്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും, റിയൽ അക്കൗണ്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഒരു കമ്പനി ആവുന്ന സമയത്ത് സ്മാൾ കൺസേൺസിന് മാത്രമേ സിംഗിൾ എൻട്രി സിസ്റ്റം എന്തായിട്ടുള്ളൂ, സ്യൂട്ടബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഫീച്ചേഴ്സാണ്. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പറഞ്ഞു, ഇവിടെ ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ആ ഒരു റൂൾ ഫ്ലോ ചെയ്യുന്നില്ല.
ആൻഡ് ഓൾസോ ഇത് ഇൻകംപ്ലീറ്റ് ആണ്, ഇനാക്യുറേറ്റ് ആണ് ആൻഡ് അൺസയൻറ്റിഫിക് ആയിട്ടുള്ള ഒന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് അവോയ്ഡ് റിയൽ ആൻഡ് നോമിനൽ അക്കൗണ്ട്സിനെ അവോയ്ഡ് ചെയ്യുന്നു ആൻഡ് ഇറ്റ്സ് ഫ്ലെക്സിബിൾ സ്യൂട്ടബിൾ ഓൺലി ടു ദ സ്മാൾ കൺസേൺസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അഡ്വാൻറ്റേജസ് ആണ്. എന്തൊക്കെയാണ് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ, എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആയിട്ട് വരുന്നത് സിമ്പിൾ മെത്തേഡാണ്. ബിക്കോസ് എന്താ, രണ്ട് ആസ്പെക്റ്റ് ഒന്നുമില്ല അല്ലെ, ഒരു സിംഗിൾ ആസ്പെക്റ്റ്, സിംഗിൾ എൻട്രി ആണിത്. ലെസ് കോസ്റ്റ്ലി ആണ്, കോസ്റ്റ് വളരെ കുറവാണ്. ആൻഡ് അതുപോലെ തന്നെ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ കൺസേൺസിനാണ് ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. റെക്കോർഡ് ട്രാൻസാക്ഷൻസ് ക്വിക്ക്ലി, നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് ഇറ്റ്സ് പോസിബിൾ ടു റെക്കോർഡ് ട്രാൻസാക്ഷൻ ക്വിക്ക്ലി, ഈസിലി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ആൾസോ എന്താണ്, ഫ്ലെക്സിബിളാണ്, മീൻസ് നമുക്ക് ചേഞ്ചസ് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം ആണ്. ആൻഡ് ഇതിൽ വരുന്ന ഫസ്റ്റ് പോയിൻ്റ് ആണ് ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ്, അൺസയൻറ്റിഫിക് ആൻഡ് അൺസിസ്റ്റമാറ്റിക്. വി ആർ ഓൾറെഡി മെൻഷൻ ദാറ്റ് ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ്, അൺസയൻറ്റിഫിക് ആൻഡ് അൺസിസ്റ്റമാറ്റിക്. ഇത് ഇൻകംപ്ലീറ്റ് ആണെന്ന് പറയാനുള്ള കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഓൺലി സിംഗിൾ എൻട്രി സിസ്റ്റം ആണ്, സിംഗിൾ ആസ്പെക്റ്റ് മാത്രമാണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. മാത്രമല്ല നമ്മൾ അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്ന, നമ്മുടെ അക്കൗണ്ടിങ്ങിൽ ഫ്ലോ ചെയ്യുന്ന അക്കൗണ്ട്സ് ആയിട്ടുള്ള റിയൽ ആൻഡ് നോമിനൽ അക്കൗണ്ട്സിനെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇത് പരിഗണിക്കുന്നില്ല. സോ ഇത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒന്നാണ്. റിയൽ അക്കൗണ്ട് പരിഗണിക്കാത്തതിനാൽ തന്നെ ഇവിടെ നമുക്ക് ട്രൂ ആയിട്ടുള്ള പ്രോഫിറ്റ് ഓർ ലോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ദെൻ അതാണ് നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞിട്ടുള്ളത്, ട്രൂ പ്രോഫിറ്റ് ഓർ ലോസ് cannot be ascertained and it is not suitable for large concerns. നമ്മൾ അഡ്വാൻറ്റേജസ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ കൺസേൺസ് ആൻഡ് ഇറ്റ് ഇസ് നോട്ട് അക്സെപ്റ്റബിൾ ടു ഇൻകം ടാക്സ് അതോറിറ്റീസ്. ഇൻകം ടാക്സ് അതോറിറ്റീസ് ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താ, ഇവിടെ പ്രോഫിറ്റ്, കറക്റ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ്, ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. സോ അത് കാരണം തന്നെ ഇൻകം ടാക്സ് അതോറിറ്റീസിന് അവരുടെ ടാക്സ്, അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ടാക്സ് മേ ബി കുറഞ്ഞിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. സോ അവരിത് എന്ത് ചെയ്യുന്നില്ല, നോട്ട് അക്സെപ്റ്റഡ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഡിറ്റക്ട് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് ബിക്കോസ് അക്കൗണ്ട്സ് ആർ ഇൻകംപ്ലീറ്റ്. ഇവിടെ എന്താണ്, നമുക്ക് എന്തൊക്കെയാണ് എറേഴ്സ്, എന്തൊക്കെയാണ് ഫ്രോഡ് എന്നുള്ളത് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവിടെ എന്തൊക്കെയാണ് എറേഴ്സ്, എന്തൊക്കെയാണ് ഫ്രോഡ് എന്നുള്ളത് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ എൻട്രി സിസ്റ്റം ആൻഡ് ഡബിൾ എൻട്രി സിസ്റ്റം? ദ ഫസ്റ്റ് ഡിഫറൻസ് വരുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റം റെക്കോർഡ്സ് വൺ സൈഡ് ഓഫ് ട്രാൻസാക്ഷൻ. സിംഗിൾ എൻട്രി സിസ്റ്റം റെക്കോർഡ് ചെയ്യുന്നത് ട്രാൻസാക്ഷൻസിൻ്റെ ഒരു ഭാഗം മാത്രമായിരിക്കും അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം both sides are recorded. Record both sides of transaction, that is debit side and credit side. Debit side ഉം credit side ഉം ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ഡിഫറൻസ് ആയിട്ട് വരുന്നത് ഇൻ ദ കേസ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം സിംപ്ലർ ആൻഡ് ഈസിയർ ടു മെയിൻറ്റെയിൻ. സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്, അല്ലെങ്കിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒന്നാണ്. ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ കോംപ്ലെക്സ് ആൻഡ് കോംപ്രഹെൻസീവ്. ആൻഡ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിലോട്ട് വരുന്ന സമയത്ത് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ കേസിൽ ലിമിറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് അവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ദറ്റ് മീൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിംഗിൾ എൻട്രി സിസ്റ്റമാണ്, സിംഗിൾ ആസ്പെക്റ്റ്, വൺ സൈഡ് മാത്രമാണ് അവിടെ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുന്നത്, വൺ സൈഡ് മാത്രമേ അവിടെ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. സോ അത് പ്രൊവൈഡ് ചെയ്യുന്നത് ലിമിറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. എന്നാൽ ഡബിൾ എൻട്രി സിസ്റ്റത്തിലോട്ട് വരുന്ന സമയത്ത് ഇറ്റ് പ്രൊഡ്യൂസസ് ഡീറ്റെയിൽഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് എന്താ, ഡബിൾ ആസ്പെക്റ്റ് ആയിരിക്കും ഇതിനുണ്ടാവുക. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റൊക്കെ നമ്മളവിടെ പ്രിപ്പയർ ചെയ്തിട്ട് ആ ഒരു ഓർഗനൈസേഷൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ എന്ത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ബട്ട് ഈ ഒരു സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ അതിനും സാധിക്കുന്നില്ല. സോ ഇറ്റ് പ്രൊവൈഡ് ലിമിറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ആൻഡ് അതിനാൽ തന്നെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ദർ ഇസ് എ ചാൻസസ് ടു എറേഴ്സിനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പക്ഷെ അതുപോലെ തന്നെ എന്നാൽ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ നമുക്ക് എറേഴ്സൊക്കെ ഈസി ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ദെൻ ഈ ഒരു സിംഗിൾ എൻട്രി സിസ്റ്റം യൂസ് ചെയ്യുന്നത് സ്മാൾ ബിസിനസ്സും ഡബിൾ എൻട്രി സിസ്റ്റം യൂസ് ചെയ്യുന്നത് ലാർജർ ബിസിനസ്സും ആണ്. ദെൻ ഇതിൽ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഒരു 3 ടൈപ്സ് നോക്കാനുണ്ട്: പുവർ, സിമ്പിൾ ആൻഡ് ക്വാസി. പുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പേഴ്സണൽ അക്കൗണ്ട്സ് മാത്രമേ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ, ഒരു സബ്സിഡറി ബുക്സ് ഒന്നും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കില്ല. ദെൻ സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഒരു സിസ്റ്റം പ്രകാരം ക്യാഷ് ബുക്ക് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്സ് ഓഫ് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ആർ മെയിൻറ്റെയിൻഡ്. ഇവിടെ ഡെപ്റ്റേഴ്സിൻ്റെയും ക്രെഡിറ്റേഴ്സിൻ്റെയും ക്യാഷ് ബുക്ക് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്സ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് അതർ സബ്സിഡറി ബുക്സ് ആർ നോട്ട് മെയിൻറ്റെയിൻ. മറ്റ് സബ്സിഡറി ബുക്സ് ഒന്നും ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. എന്നാൽ പുവർ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ അവിടെ ഡെപ്റ്റേഴ്സിൻ്റെയും ക്രെഡിറ്റേഴ്സിൻ്റെയും പേഴ്സണൽ അക്കൗണ്ട്സ് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. ക്യാഷ് അക്കൗണ്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ആൻഡ് അതുപോലെ തന്നെ നോ സബ്സിഡറി ബുക്സ് ആർ മെയിൻറ്റെയിൻഡ്. സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലോട്ട് വരുന്ന സമയത്ത് അവിടെ ക്രെഡിറ്റേഴ്സിൻ്റെയും ഡെപ്റ്റേഴ്സിൻ്റെയും ക്യാഷ് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് നോ സബ്സിഡറി ബുക്സ് ആർ മെയിൻറ്റെയിൻഡ്. ഇനി ക്വാസി സിംഗിൾ എൻട്രി സിസ്റ്റത്തിലോട്ട് വരുന്ന സമയത്ത് അവിടെ പേഴ്സണൽ ആൻഡ് ക്യാഷ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ സബ്സിഡറി ബുക്സും അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ ഇതാണ് 3 ടൈപ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റമായിട്ട് വരുന്നത്. പുവർ സിംഗിൾ എൻട്രി സിസ്റ്റം, സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റം ആൻഡ് ക്വാസി സിമ്പിൾ എൻട്രി സിസ്റ്റം. ഇവിടെ നമ്മൾ വളരെ ഷോർട്ടായിട്ട് എന്താണെന്നുള്ളത് മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു നോട്ട് അവിടെ കൊടുത്തിട്ടില്ല. ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 10 അവൈലബിൾ ആയിട്ടുണ്ട്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് റെഫർ ദ ടെക്സ്റ്റ്. ദെൻ നമ്മളിനി നെക്സ്റ്റ് നോക്കുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ പ്രോബ്ലത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ അക്കൗണ്ടിങ് പ്രൊസീജിയറിലോട്ട് പോവുകയാണ്. എങ്ങനെയാണ് ഇങ്ങനെ സിംഗിൾ എൻട്രി സിസ്റ്റം യൂസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാണ് അവരുടെ പ്രോഫിറ്റ് ഓർ ലോസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അക്കൗണ്ടിങ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ വീണ്ടും വീണ്ടും പറയുകയാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു ഓർഗനൈസേഷനിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡും കൺവേർഷൻ മെത്തേഡുമാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ്, നെറ്റ് വർത്ത് മെത്തേഡ് ആൻഡ് ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ്. ഈ ഒരു 3 നെയിമിലും നിങ്ങൾക്ക് മേ ബി എക്സാമിന് ഈ ഒരു കാര്യം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് പ്രിപ്പയർ ചെയ്യാൻ മേ ബി പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ നെറ്റ് വർത്ത് മെത്തേഡ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. അതും അല്ലാന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനാവും പറയാം. അപ്പോൾ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൻ്റെ മറ്റു പേരുകളും മെയിനിൽ ഉണ്ടായിരിക്കണം. നെറ്റ് വർത്ത് മെത്തേഡ്, ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കുക. നമ്മളൊരു ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അങ്ങനെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അങ്ങനെ നമ്മൾ പിന്നെ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. എന്തിലൂടെ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൂടെ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആൻഡ് ഫൈനലി നമ്മൾ ബാലൻസ് ഷീറ്റും കമ്പ്യൂട്ട് ചെയ്തിട്ട് ആ കമ്പ്യൂട്ടേഷൻ ഓഫ് ബാലൻസ് ഷീറ്റിന് ശേഷം നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട് ആ ഓർഗനൈസേഷനിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, ആ ഓർഗനൈസേഷൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ് പോകുന്നത്, ഇതെല്ലാം നമ്മളവിടെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ആ ഒരു ഡിറ്റർമിനേഷനിലോട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കാരണം ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല. പകരം ഇവിടെ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട്സ് വെച്ചിട്ടാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഫൈനാൻഷ്യൽ ഇയർ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ ഒരു ഫൈനാൻഷ്യൽ ഇയർ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് 1 ഏപ്രിൽ മുതൽ 31 മാർച്ച് വരെയാണ്. 1 ഏപ്രിൽ ടു 31 മാർച്ച് വരെ ഈ ഒരു കാലയളവിൽ ഒരു ഓർഗനൈസേഷനിൽ എന്തൊക്കെ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടോ അതിനനുസരിച്ചായിരിക്കും അവിടുത്തെ അക്കൗണ്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. സോ അതിന് ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ, ദറ്റ് മീൻസ് 31 മാർച്ച് 2000 ഈ ഒരു ഇയർ പറയുകയാണെന്നുണ്ടെങ്കിൽ 31 മാർച്ച് 2025 എൻഡിങ് ആവുന്ന സമയത്ത് ആ ഒരു ഓർഗനൈസേഷനിൽ എത്രയുണ്ട് വരവ്, എത്രയുണ്ട് ചിലവ്, ദറ്റ് മീൻസ് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ട്, എത്രത്തോളം ലോസ് ഉണ്ട് എന്നുള്ളത് അസർട്ടൈൻ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടായിരിക്കും അവരവരുടെ ടാക്സ് പേ ചെയ്യുന്നത്, അവിടെയുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഷെയർസ് ഡിവിഡൻഡ് പേ ചെയ്യുന്നത് ആൻഡ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഈ ഒരു പ്രോഫിറ്റ് ഓർ ലോസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഒരു ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ബാലൻസ് ഷീറ്റൊക്കെ വെച്ചിട്ട്. പക്ഷേ ഇതൊരു സിംഗിൾ എൻട്രി സിസ്റ്റമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഇവിടെ നമ്മളിത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് ആൻഡ് കൺവേർഷൻ മെത്തേഡ് യൂസ്
യൂസ് ചെയ്തിട്ടാണ് ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ പറഞ്ഞു ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 ഏപ്രിൽ മുതൽ 31 മാർച്ചിൽ അത് എൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ 1 ഏപ്രിൽ ആ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓർഗനൈസേഷനിൽ എത്രത്തോളം ക്യാപിറ്റൽ ഉണ്ട്, ആ ക്യാപിറ്റലിന് നമ്മൾ പറയുന്ന പേരാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ആൻഡ് ആൾസോ ഇത് എൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓർഗനൈസേഷനിൽ എത്രത്തോളം ക്യാപിറ്റൽ ഉണ്ട്, ആ ക്യാപിറ്റലിന് പറയുന്ന പേരാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുക. അപ്പോൾ നമുക്ക് ആ ഒരു ഓർഗനൈസേഷനിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നറിയണമെന്നുണ്ടെങ്കിൽ ആ ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്നും ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. അങ്ങനെ ആ ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്നും ഓപ്പണിംഗ് ക്യാപിറ്റൽ മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പോസിറ്റീവ് ഫിഗറാണ് കിട്ടുന്നത് എങ്കിൽ നമുക്ക് പറയാം ഇവിടെ എന്താണ് പ്രോഫിറ്റ് ആണ് എന്ന് പറയാം. അല്ല, നമുക്കൊരു നെഗറ്റീവ് ഫിഗറാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അവിടെ ഓർഗനൈസേഷനിൽ ലോസ് ആണ് എന്ന് നമുക്ക് പറയാം. ഇപ്പം നമ്മൾ പറയുന്നത് ഇതൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് ദ ക്യാപിറ്റൽ ഓഫ് എ ബിസിനസ് ഓൺ 1 ഏപ്രിൽ 2024, അതായത് 1 ഏപ്രിൽ 2024 ഓർഗനൈസേഷനിലുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത്, ഡേറ്റ് ശ്രദ്ധിക്കുക, 1 ഏപ്രിൽ 2024. 1 ഏപ്രിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫൈനാൻഷ്യൽ ഇയറിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. സോ ആ ഫൈനാൻഷ്യൽ ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ക്യാപിറ്റലിന് നമ്മൾ പറയുന്ന പേരാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ബിസിനസ്സിലുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 lakh ആയിരുന്നു. ദാറ്റ് മീൻസ് 1 ലക്ഷം രൂപയാണ് ആ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് 1,25,000 on 31st March 2025. 2025 31st March 2025 ആയപ്പോഴത്തേക്കും ഈ ഒരു ഓർഗനൈസേഷനിലുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1,25,000 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓർഗനൈസേഷനിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 1 ലക്ഷം രൂപയും ആൻഡ് എൻഡ് ചെയ്ത സമയത്ത് നമ്മുടെ കയ്യിലുള്ളത് 1,25,000 രൂപയുമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്ലോസിംഗ് ക്യാപിറ്റൽ മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഇവിടെ ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മുടെ എക്സാമ്പിൾ പ്രകാരം 1,25,000 ആണ്. ഈ 1,25,000 മൈനസ് 1 lakh ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ വരുന്നത് എത്രയാണ്? 25,000 എന്ന് വരും. ഈ 25,000 എന്താണ്? നമ്മുടെ ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ്. കാരണം നമ്മുടെ ആ ഒരു ഇയർ തുടങ്ങിയ സമയത്ത് നമ്മുടെ അടുത്ത് 1 ലക്ഷം ഉണ്ടായിരുന്നത് നമ്മുടെ ഇയർ അവസാനിച്ചപ്പോഴത്തേക്കും 1,25,000 രൂപ നമ്മുടെ കയ്യിൽ വന്നു. അപ്പോൾ നമുക്ക് പറയാം നമ്മുടെ ഓർഗനൈസേഷനിൽ എന്താണ് പ്രോഫിറ്റ് ആണ്. എത്രയാണ് പ്രോഫിറ്റ് ഉള്ളത്? 25,000 ആണ് നമ്മുടെ കയ്യിൽ പ്രോഫിറ്റ് ഉള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനിയിപ്പോൾ നേരെ തിരിച്ച് നമ്മുടെ ഓർഗനൈസേഷൻ്റെ കയ്യിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 1 lakh വെച്ചിട്ടും ബട്ട് എൻ്റെ ആയ സമയത്ത് നമ്മുടെ കയ്യിലുള്ളത് 75,000 ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ 25,000 നമുക്ക് എന്താണ് ലോസ് ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും വെച്ചിട്ട് നമ്മൾ എന്ത് ഡിറ്റർമിൻ ചെയ്യുന്നു, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമ്മളിവിടെ എന്ത് ചെയ്യാണ് ഡിറ്റർമിൻ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള ഒരു ഫോർമാറ്റൊക്കെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ പ്രോബ്ലംസൊക്കെ നമ്മൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം, ആൻഡ് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ എൻട്രി സിസ്റ്റം ആൻഡ് ഡബിൾ എൻട്രി സിസ്റ്റം. ആൾസോ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളതാണ് പുവർ സിംഗിൾ എൻട്രി സിസ്റ്റം, സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റം, ആൻഡ് ഫൈനലി quasi single entry system.